എവ്രിവൺ, വെൽക്കം ടു സിവിൽ ട്യൂട്ടർ. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്ന സെക്ഷൻ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻട്രൊഡക്ഷൻ ടു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് സിവിൽ എഞ്ചിനീയറിംഗ്. ഇതിൽ ടോട്ടൽ 4 മൊഡ്യൂൾസാണ് വരുന്നത്. അതിൽ 2 മൊഡ്യൂൾസ് മെക്കാനിക്കലിലും 2 മൊഡ്യൂൾ സിവിലിലും ആയിട്ടാണ് വരുന്നത്. അപ്പം നമുക്ക് പാരലലായിട്ട് തന്നെ പോവാം. അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഇൻട്രൊഡക്ഷൻ ടു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ ഫസ്റ്റ് മൊഡ്യൂളാണ്. ഓക്കെ, അപ്പോൾ ഇൻട്രൊഡക്ഷൻ ടു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ജനറൽ ഇൻട്രൊഡക്ഷൻ ടു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. അതിനെ തന്നെ നമ്മൾ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് പാർട്ട് ആണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഫസ്റ്റ് പാർട്ടിൽ വരുന്ന പോർഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തെർമോഡൈനാമിക് സൈക്കിൾ, കാർനോട്ട് സൈക്കിൾ, ഡെറിവേഷൻ ഓഫ് എഫിഷ്യൻസി, അതായത് കാർനോട്ട് സൈക്കിളിൻ്റെ ഡെറിവേഷൻ ഓഫ് എഫിഷ്യൻസി, അതിൻ്റെ പ്രോബ്ലംസും വരുന്നുണ്ട്. ഓട്ടോ സൈക്കിൾ ആൻഡ് ഡീസൽ സൈക്കിളിൻ്റെ ഡെറിവേഷൻ ഓഫ് എഫിഷ്യൻസിയോ അതുപോലെ തന്നെ പ്രോബ്ലംസോ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇത്രയും പോർഷൻസാണ് നമ്മൾ നോക്കുന്നത്. തെർമോഡൈനാമിക് സൈക്കിൾസ്, കാർനോട്ട് സൈക്കിൾസിൻ്റെ ഡെറിവേഷൻ ഓഫ് എഫിഷ്യൻസി, അതിൻ്റെ പ്രോബ്ലംസ്, ഓട്ടോ സൈക്കിൾ, ഡീസൽ സൈക്കിൾ. അപ്പോൾ ഇത്രയും പോർഷൻസാണ് ഫസ്റ്റ് പാർട്ടിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് തെർമോഡൈനാമിക് സൈക്കിൾ? അതാണ് ഇനി പറയാൻ പോകുന്നത്. എ തെർമോഡൈനാമിക് സൈക്കിൾ ഈസ് എ സീരീസ് ഓഫ് തെർമോഡൈനാമിക് പ്രോസസ് ദാറ്റ് റിട്ടേൺസ് എ സിസ്റ്റം ടു ഇറ്റ്സ് ഇനീഷ്യൽ സ്റ്റേറ്റ്. അതായത് തെർമോഡൈനാമിക് സൈക്കിൾ എന്ന് പറയുന്നത് ഒരു സിസ്റ്റത്തിനെ അതിൻ്റെ സ്റ്റാർട്ടിങ്, അതായത് ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരുന്ന ഒരു കൂട്ടം തെർമോഡൈനാമിക് പ്രോസസ്സുകളെയാണ് തെർമോഡൈനാമിക് സൈക്കിൾ എന്ന് പറയുന്നത്. എസെൻസ്, എ സിസ്റ്റം അണ്ടർഗോസ് ചേഞ്ച് ഇൻ പ്രഷർ, വോളിയം ആൻഡ് ടെമ്പറേച്ചർ ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദി സൈക്കിൾ ഇറ്റ്സ് ബാക്ക് വേർ ഇറ്റ് സ്റ്റാർട്ടഡ്. അതായത് ഒരു സിസ്റ്റം അതിൻ്റെ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ എന്നിവയിലെ മാറ്റങ്ങൾക്ക് വിധേയമാവുകയും ആ സൈക്കിളിൻ്റെ അവസാനം അത് ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജിലേക്ക് തന്നെ തിരിച്ചു വരികയും ചെയ്യുന്നു. Cycles are the basics for converting heat energy into mechanical work or using mechanical work to transfer heat. അതായത് ഈ സൈക്കിൾ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ തെർമോഡൈനാമിക് സൈക്കിൾ എന്ന് പറയുന്നത് ഹീറ്റ് എനർജീനെ മെക്കാനിക്കൽ വർക്കായിട്ടും അതുപോലെ മെക്കാനിക്കൽ വർക്കിനെ ഹീറ്റായിട്ടും ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബേസിക് സൈക്കിളാണ് തെർമോഡൈനാമിക് സൈക്കിൾ എന്ന് പറയുന്നത്. ഹീറ്റ് എനർജീനെ മെക്കാനിക്കൽ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു എക്സാമ്പിളാണ് എൻജിൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മെക്കാനിക്കൽ വർക്കിനെ ഹീറ്റായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ഉള്ള ഒരു എക്സാമ്പിളാണ് റെഫ്രിജറേറ്റർ അഥവാ ഹീറ്റ് പമ്പ്സ് ഒക്കെ അതിന് ഒരു എക്സാമ്പിളാണ്. ഇതിൻ്റെ കീ കോൺസെപ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെറ്റ് വർക്ക് ഡൺ ഡ്യൂറിങ് എ സൈക്കിൾ ഈസ് ഈക്വൽ ടു ദ നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ. അതായത് ഒരു സൈക്കിളിൽ ചെയ്യുന്ന നെറ്റ് വർക്ക് അത് ട്രാൻസ്ഫർ ചെയ്യുന്ന നെറ്റ് ഹീറ്റിന് ഈക്വൽ ആയിരിക്കും. ഇനി നെക്സ്റ്റ് നമ്മൾക്ക് നോക്കാനുള്ള പോർഷൻ എന്ന് പറയുന്നത് കാർനോട്ട് സൈക്കിളാണ്. അത് നെക്സ്റ്റ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം.